വിവാഹിതരായ സ്ത്രീകളെ മാത്രം തെരഞ്ഞുപിടിച്ച് വലവീശാൻ കാത്തുനിൽക്കുന്ന ചില ചെന്നായകളുണ്ട്. മനുഷ്യമൃഗങ്ങൾ എന്ന് വിളിക്കാവുന്ന ഇക്കൂട്ടരെ നിയമപരമായി പൂട്ടാൻ വല്ല വകുപ്പുമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചിലരൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിഹിതത്തെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്ത് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന രൂപത്തിൽ വീഡിയോ ചെയ്യുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സത്യത്തിൽ അവിഹിതത്തെ ഇത്രമാത്രം ഗ്ലോറിഫൈ ചെയ്യാൻ എന്താണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളൊരു തെറ്റ് ചെയ്യുന്നെങ്കിൽ തെറ്റ് ചെയ്തോളൂ. പക്ഷെ ആ തെറ്റിനെ തെറ്റായി സമൂഹം വിലയിരുത്തുന്നതിനെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്? ഒരു കുടുംബമെന്ന് പറയുന്ന സാമൂഹിക വ്യവസ്ഥിതിയെ തന്നെ പാടെ താറുമാറാക്കുന്ന അവിഹിതം പോലെയുള്ള ഒരു വിപത്തിനെ സാധ്യമായ രീതിയിലൊക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നതിന് പകരം അത്തരം തെറ്റുകൾക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്താണ് എന്നാണ് മനസ്സിലാവാത്തത്. ഏതായാലും ഇത്തരത്തിൽ വിവാഹിതരായ സ്ത്രീകളെ ആരെങ്കിലും വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ BNSന്റെ സെക്ഷൻ 84 അനുസരിച്ച് ഇത്തരത്തിൽ ഒരാൾ വിവാഹിതയായ ഒരു പെണ്ണിനെ വശീകരിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്താനോ ശ്രമിക്കുകയാണെങ്കിൽ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അതല്ലെങ്കിൽ രണ്ടും കൂടി ഒടുക്കേണ്ടി വരുന്ന കുറ്റകൃത്യമായിട്ടാണ് ഭാരതീയ ന്യായ സംഹിത അതിനെ കാണുന്നുള്ളത്. അത്തരത്തിലൊരു കുറ്റകൃത്യം ഒരാൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അയാൾക്കെതിരെ നേരിട്ട് മജിസ്ട്രേറ്റിനോട് ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഭാര്യയെ വശീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പുരുഷനെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാമെങ്കിൽ ഒരു ഭർത്താവിനെ വശീകരിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ പറ്റില്ല എന്നാണ് ഉത്തരം. അതേസമയത്ത് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ആ സ്ത്രീക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്യാമെന്ന് ഡൽഹി ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സിവിൽ കേസ് പറ്റും, അതേസമയത്ത് ക്രിമിനൽ കേസ് ആ സ്ത്രീക്കെതിരെ പറ്റില്ല. എന്താണ് സിവിലും ക്രിമിനലും തമ്മിലുള്ള വ്യത്യാസം? സിവിൽ കേസുകൾ ഫയൽ ചെയ്യുന്നത് നഷ്ടപരിഹാരത്തിന് വേണ്ടിയാണ്. ക്രിമിനൽ കേസുകൾ നമ്മൾ ഒരാൾക്കെതിരെ നീങ്ങുന്നത് ആ വ്യക്തിയെ ജയിൽ ശിക്ഷയോ മറ്റുള്ള ശിക്ഷകളോ അനുഭവിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ക്രിമിനൽ ശിക്ഷകളിലേക്ക് ഈ സ്ത്രീയെ വിധേയയാക്കാനുള്ള അവകാശം നിലവിൽ നമ്മുടെ നിയമങ്ങളിലൊന്നും ഇല്ല എന്നുള്ളതാണ്. ഭാവിയിൽ ഒരുപക്ഷെ അതും കൂടി വരുമായിരിക്കും. ഏതായിരുന്നാലും ഇതൊരു സാമൂഹ്യ തിന്മയാണ്. അതിനുള്ള പ്രോത്സാഹനം നിങ്ങൾ നൽകാതിരിക്കുക.